learn commerce. Please like, share and subscribe. Industrial Development Bank of India or IDBI. IDBI is one of India's leading public sector banks, fourth largest bank in overall rating. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് IDBI. RBI categorized IDBI as other public sector bank. അപ്പോൾ IDBIനെ RBI കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് അതർ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. ഇറ്റ് വാസ് ദ അപ്പെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ലോങ് ടേം ഇൻഡസ്ട്രിയൽ ഫിനാൻസ്. ഇൻഡസ്ട്രീസിന് ഫിനാൻസ് ലോങ് ടേമിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളിലെ അപ്പെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് IDBI എന്ന് പറയുന്നത്. അപ്പോൾ IDBI വരുന്നത് അതർ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അപ്പോൾ ഇറ്റ് വാസ് സെറ്റപ്പ് ഇൻ ജൂലൈ 1964 ആസ് എ ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ ഹോളി ഓൺഡ് മൊത്തമായിട്ട് ഓൺ ചെയ്ത് സബ്സിഡറി ആയിട്ട് 1964 ജൂലൈയിലാണ് IDBI സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. In order to enlarge the role of IDBI as the apex financial institution in the country, IDBI was delinked from the Reserve Bank of India in 16th February 1976. നെക്സ്റ്റ് പിന്നീട് IDBIനെ ഇന്ത്യയിലെ അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ റിസർവ് ബാങ്കിൽ നിന്ന് ഡീലിങ്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി ആയിട്ടാണ് IDBI ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ 1976 ഫെബ്രുവരി 16 അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഡീലിങ്ക് ചെയ്യപ്പെട്ടു. ദ എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ വാസ് ട്രാൻസ്ഫേർഡ് ടു സെൻട്രൽ ഗവൺമെൻറ്. അതിൻ്റെ മൊത്തം ഷെയർ ക്യാപിറ്റലും റിസർവ് ബാങ്കിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഇറ്റ് വാസ് എൻ ഓട്ടോണമസ് കോർപ്പറേഷൻ ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ അത് എന്താണ്, ഓട്ടോണമസ് കോർപ്പറേഷനാണ് ഇന്ത്യ ഗവൺമെൻറ് ഓൺ ചെയ്യുന്ന. It has played a significant role in country's industrial and economic progress. രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഇക്കണോമിക് പ്രോഗ്രസ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നത് ഉണ്ട് IDBI. അപ്പോൾ ഇത്രയാണ് IDBIൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് IDBI. To coordinate the activities of all the financial institutions. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൊത്തം എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ, ടു പ്രൊവൈഡ് ടേം ലോങ് ഫിനാൻസ് ടു ഇൻഡസ്ട്രീസിന് ടേം ഫിനാൻസ് അല്ലെങ്കിൽ ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. തേർഡ് വൺ, ടു പ്രൊവൈഡ് ഡയറക്റ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ടു bridge gap between the supply and demand for medium term financing of industrial concerns. മീൻസ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് ആവശ്യമുള്ള മീഡിയം ടേം ഫിനാൻസ് അവർക്ക് അവൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് കിട്ടുന്നതിലും അവർക്ക് വേണ്ടതിന് തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ഫോർത്ത് വൺ, ടു പ്രൊവൈഡ് ടെക്നിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ഫോർ ദി പ്രൊമോഷൻ, എക്സ്പാൻഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ പ്രൊമോഷനും എക്സ്പാൻഷനും ഒക്കെ വേണ്ടിയിട്ട്, നല്ല ബെറ്റർ ആയിട്ടുള്ള മാനേജ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ടെക്നിക്കൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ടു ആക്ട് ആസ് എ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് ആൻഡ് ടു ഫിനാൻസ് പ്രോജക്ട് ദാറ്റ് ഈസ് ഇൻ കൺഫോമിറ്റി വിത്ത് ദി നാഷണൽ പ്രയോറിറ്റീസ്. ഇപ്പോൾ ഇൻഡസ്ട്രീസിന് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ലാസ്റ്റ് റിസോർട്ടായിട്ട് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ പ്രോജക്റ്റുകളെ ഫിനാൻസ് ചെയ്യുക. നാഷണൽ പ്രയോറിറ്റീസിനനുസരിച്ച് അവരുടെ പ്രോജക്റ്റുകളെ ഫിനാൻസ് ചെയ്യുക. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് IDBI. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫങ്ഷൻസ് ഓഫ് IDBI ബിഫോർ 2004. 2004 മുന്നായിട്ട് IDBIക്ക് ഉണ്ടായിരുന്ന ഫങ്ഷൻസ്, IDBI ചെയ്തിരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാരണം 2005 IDBIയുടെ സ്വന്തം സബ്സിഡറി ആയിട്ടുള്ള IDBI ബാങ്ക് ലിമിറ്റഡ് ആയിട്ട് മേർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് IDBI ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ഡയറക്റ്റ് അസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഫിനാൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡയറക്റ്റ് അസിസ്റ്റൻസ് ടു ലാർജ് ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് നോക്കാം. Data assistance first, to provides project loans. It underwrites and subscribes directly the shares and debentures of industrial concerns. Means project ലോണുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് അവരുടെ ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ അണ്ടർറൈറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. നെക്സ്റ്റ്, it grants direct finance to industrial concerns by way of medium term loans and advances. അപ്പോൾ പ്രോജക്റ്റ് ലോണും അണ്ടർറൈറ്റിംഗ് സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസും കൂടാതെ തന്നെ അവർ മീഡിയം അല്ലെങ്കിൽ ലോങ് ടേം ലോൺസ് ഇൻഡസ്ട്രിയൽ കൺസേൺസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ് സോഫ്റ്റ് ലോൺ ഫോർ മോഡേണൈസേഷൻ ഓഫ് ഓൾ ഇൻഡസ്ട്രീസിൻ്റെ മോഡേണൈസേഷന് വേണ്ടിയിട്ട് സോഫ്റ്റ് ലോൺസ് IDBI പ്രൊവൈഡ് ചെയ്യുന്നു.
Next, it provides technical development fund and equipment finance loans. അപ്പോൾ ടെക്നിക്കലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ഫണ്ട് ലോൺസും അതുപോലെ എക്യുപ്മെൻറ്റ് ഫിനാൻസ് ലോൺസും ഒക്കെ ഇൻഡസ്ട്രിയൽ കൺസേൺസിന് പ്രൊവൈഡ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഫിനാൻസിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ലോങ് ടേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് financially sound companies which are in commercial operations for 5 years and have shown profit consistently for last 3 years. മീൻസ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് ഇൻഡസ്ട്രീസിന് അവരുടെ ലാസ്റ്റ് 5 years ആയിട്ട് അവർ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ചെയ്യുന്നു. അതിൽ പ്രോഫിറ്റ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലാസ്റ്റ് 3 years അവർ ഏൺ ചെയ്യുകയാണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതുപോലെ തന്നെ ലോങ് ടേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് IDBI. അവർക്ക് അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും ലോങ് ടേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് IDBI ഫിനാൻസ് ചെയ്യണമെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ലാസ്റ്റ് 5 years ആയിട്ട് ചെയ്യണം. ആ 5 years 3 years ലാസ്റ്റ് 3 years അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇത്രയാണ് ഡയറക്റ്റ് അസിസ്റ്റൻസ് ടു ലാർജ് ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് ഫിനാൻസ് ടു ടൈനി സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ്. IDBI ഇൻഡയറക്റ്റ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ്. ഫസ്റ്റ്, റീഫിനാൻസിങ് ഓഫ് ഇൻഡസ്ട്രിയൽ ലോൺസ് ഗ്രാൻറ്റഡ് ബൈ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ലോൺസിന് റീഫിനാൻസ് ചെയ്തുകൊണ്ട് IDBI ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ റീഫിനാൻസ് ചെയ്യുന്നത് ഇപ്പോൾ മേജറായിട്ടുള്ള SFC അതുപോലെ SIDC, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇവരൊക്കെ ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകൾ റീഫിനാൻസ് ചെയ്യുന്നുണ്ട് IDBI. നെക്സ്റ്റ്, റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ആണ്. ബില്ലുകളെ റീഡിസ്കൗണ്ട് ചെയ്യാറുണ്ട് IDBI. തേർഡ് വൺ, സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് ഗ്രാൻറ്റഡ് ടു ന്യൂ ഓൺടർപ്രണേഴ്സ് ജനറലി ത്രൂ SFCs ആൻഡ് SIDC. അപ്പോൾ SIDCയിലൂടെയും അതുപോലെ SFCയിലൂടെയും ഒക്കെ പുതിയ ഓൺടർപ്രണേഴ്സ് വരുന്ന സമയത്ത് അവർക്ക് സീഡ് ക്യാപിറ്റൽ ഫിനാൻസും IDBI പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇൻഡയറക്റ്റ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, IDBI പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ്. IDBI ആക്ട് 1964 പ്രൊവൈഡഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് സ്പെഷ്യൽ ഫണ്ട് നോൺ ആസ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ഫണ്ട്. അപ്പോൾ IDBI ആക്ട് 1964 പറയുന്നുണ്ട് ഒരു സ്പെഷ്യൽ ഫണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അതാണ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ഫണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ട് IDBI യൂസ് ചെയ്യുന്നത് ടു അസിസ്റ്റ് ഇൻഡസ്ട്രിയൽ കൺസേൺസ് വിച്ച് ആർ നോട്ട് ഏബിൾ ടു സെക്യൂർ ഫണ്ട്സ് ഇൻ നോർമൽ കോഴ്സ് ഐദർ ബിക്കോസ് ഓഫ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ബിക്കോസ് ഓഫ് ലോ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ബോത്ത്. മീൻസ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്, ചില ഇൻഡസ്ട്രിയൽ കൺസേൺസ് ഫോം ചെയ്യും. അവർക്ക് മറ്റുള്ള നോർമൽ കോഴ്സിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, ഫണ്ടുകൾ റേസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്ക് ചിലപ്പോൾ എന്തായിരിക്കും ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, അവരുടെ ഓപ്പറേഷൻ ചെയ്യാൻ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോ റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ രണ്ട് കാരണങ്ങൾ ഒന്നിച്ചു വരുന്നത് കൊണ്ട് നോർമൽ കോഴ്സിൽ അവർക്ക് ലോണ് കിട്ടാതെ വരും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാതെ വരും. അത്തരം ഇൻഡസ്ട്രീസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ഫണ്ട് IDBI മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യൽ അസിസ്റ്റൻസ് IDBI പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ഫണ്ട് എന്ന് ഓർക്കുക. നെക്സ്റ്റ്, അതർ അസിസ്റ്റൻസ് മറ്റുള്ള രീതിയിലുള്ള അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ, the bank undertake promotional activities such as industrial research and surveys and other related activities for the development of industries. ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ബാങ്ക് കണ്ടക്ട് ചെയ്യാറുണ്ട്. മീൻസ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നടത്തുക, സർവേസ്, അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കിങ് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് IDBI കണ്ടക്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ, ടു സബ്സ്ക്രൈബ് ടു ഷെയർസ് ആൻഡ് ബോണ്ട്സ് ഓഫ് SFCs, SIDCs, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എക്സെട്ര. മീൻസ് SFCയെയും SIDCനെയും ഒക്കെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഷെയർസും ബോണ്ട്സും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, IDBI പർച്ചേസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ IDBI സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. തേർഡ് വൺ, ഇറ്റ് അണ്ടർടേക്കൻ ടു ഫിനാൻസ് എക്സ്പോർട്ട്സ് ടിൽ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എക്സിം ബാങ്ക്. അപ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് എമേർജ് ചെയ്യുന്നതിന് മുമ്പേ, ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ എക്സ്പോർട്ടുമായി റിലേറ്റ് ചെയ്ത എല്ലാ ഫിനാൻസും ചെയ്തിരുന്നത് IDBI ആയിരുന്നു. Fourth one, it gives assistance for pollution control projects of industrial units. അപ്പോൾ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് അത് പൊല്യൂഷൻ കൺട്രോൾ പ്രൊജക്ട്സ് ആയിട്ട് വരികയാണെങ്കിൽ അവർക്കും അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് IDBI. Sixth one, it provides technical and administrative device for promotion, expansion and better management of industrial concerns. അപ്പോൾ ഇൻഡസ്ട്രിയൽ
കൺസേൺസിൻ്റെ ബെറ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ടെക്നിക്കൽ ആയിട്ടുള്ളയും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അഡ്വൈസുകളും IDBI പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് അതർ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ IDBI. നെക്സ്റ്റ് 2005 കാര്യമാണ്. On April 2005, IDBI merged its own banking subsidiary IDBI Bank Limited with itself. അപ്പോൾ IDBIയുടെ അവരുടെ തന്നെ സബ്സിഡിയറി ബാങ്ക് ആയിട്ടുള്ള IDBI ബാങ്ക് ലിമിറ്റഡുമായിട്ട് 2005 ഏപ്രിലിൽ മെർജ് ചെയ്യണ്ടായി. ഇൻ 2006 എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് നെയ്മഡ് യുണൈറ്റഡ് വെസ്റ്റേൺ ബാങ്ക് ഇന്ത്യ ലിമിറ്റഡ് വാസ് മെർജ്ഡ് വിത്ത് IDBI. നെക്സ്റ്റ് IDBI ആയിട്ട് മെർജ് ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് യുണൈറ്റഡ് വെസ്റ്റേൺ ബാങ്ക് ഇന്ത്യ ലിമിറ്റഡ്. അത് 2006 IDBI ആയിട്ട് മെർജ് ചെയ്യുന്നത്. ഇൻ 2006 IDBI സ്റ്റാർട്ടഡ് ആസ് ന്യൂ വെഞ്ചർ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. IDBI 2006 ശേഷം ഒരു പുതിയ ന്യൂ വെഞ്ചർ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. IDBI ബാങ്ക് കറന്റ്ലി ഹാസ് 1296 സെന്റേഴ്സ്, 1757 branches and 3000 ATMs across the nation. Next topic, subsidiaries of IDBI ആണ്. IDBIയുടെ subsidiaries. It has established a number of subsidiaries which include Small Industries Development Bank of India, IDBI Bank Limited and IDBI Capital Market Services Limited. അപ്പോൾ ഒരു IDBIക്ക് ഒരുപാട് നമ്പർ ഓഫ് സബ്സിഡറീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സിഡറീസ് ആണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ IDBI ബാങ്ക് ലിമിറ്റഡ്, IDBI ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസസ് ലിമിറ്റഡ് ഇവ. ഇറ്റ് ഹാസ് കോ സ്പോൺസേർഡ് എ നമ്പർ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ IDBIക്ക് ഈ ഒരു സബ്സിഡറീസ് കൂടാതെ തന്നെ അവർ കോ സ്പോൺസർ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, അതുപോലെ ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ ഇവയൊക്കെ. നെക്സ്റ്റ്, നൗ ദ ബോർഡ്സ് ഓഫ് IDBI ബാങ്ക് വാസ് മെർജ്ഡ് വിത്ത് IDBI. ഇപ്പോൾ IDBI ബാങ്കിൻ്റെ ബോർഡ് IDBI ആയിട്ട് മെർജ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ്, now the IDBI bank has the following subsidiaries. ഇപ്പോൾ നിലവിലുള്ള IDBI ബാങ്കിൻ്റെ സബ്സിഡറീസ് ആണ്. ഫസ്റ്റ് വൺ IDBI ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസസ് ലിമിറ്റഡ് അല്ലെങ്കിൽ ICMS, IDBI ഹോം ഫിനാൻസ് ലിമിറ്റഡ്, IDBI ഇൻടെക് ലിമിറ്റഡ്, IDBI ഗിൽസ് ലിമിറ്റഡ്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ള IDBIയുടെ സബ്സിഡറീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ IDBI ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസസ് ICMS എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1993 ഡിസംബറിലാണ്. അവർ ബോർഡ് റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ എക്സാമ്പിളാണ് ബോണ്ട് ട്രേഡിങ്, ബോണ്ടിനെ ട്രേഡ് ചെയ്യുക, റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ, ബ്രോക്കിംഗ്, ക്ലയൻറ്റ് അസറ്റ് മാനേജ്മെൻറ്റ്, ഇത്തരം ഫങ്ഷൻസ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് IDBI ക്യാപിറ്റൽ മാർക്കറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സെക്കൻഡ് വൺ IDBI ഹോം ഫിനാൻസ് ലിമിറ്റഡ് ആണ്. ഇറ്റ് വാസ് ഇൻകോർപ്പറേറ്റഡ് ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള IDBIയുടെ സബ്സിഡറി ആണ് IDBI ഹോം ഫിനാൻസ് ലിമിറ്റഡ്. ഇറ്റ്സ് മെയിൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇസ് പ്രൊവൈഡിങ് ഹോം ലോൺസ്. അവരുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഹോം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് വൺ IDBI ഇൻടെക് ലിമിറ്റഡ് ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 2000 ആണ്. It was the wholly owned subsidiary to undertake activities in the information technology sector. അപ്പോൾ IDBIയുടെ ഇൻഫർമേഷൻ ടെക്നോളജി സെക്ടറിൽ എല്ലാ കാര്യങ്ങളും അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IDBIയുടെ wholly owned subsidiary ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള സബ്സിഡറിയാണ് IDBI ഇൻടെക് ലിമിറ്റഡ്. നെക്സ്റ്റ് IDBI ഗിൽസ് ലിമിറ്റഡ് ആണ്. ദ പ്രൈമറി ഡീലർഷിപ്പ് ഓപ്പറേഷൻസ് ഓഫ് ICMS ഹാസ് ബീൻ ഹൈവ്ഡ് ഓഫ് ടു എ കമ്പനി നെയ്മഡ് IDBI ഗിൽസ് ലിമിറ്റഡ്. ICMSൻ്റെ പ്രൈമറി ഡീലർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള IDBIയുടെ സബ്സിഡറിയാണ് IDBI ഗിൽസ് ലിമിറ്റഡ്. അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 2007 ജൂലൈ 24 അപ്പോൾ ഇത്രയാണ് IDBIനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.